ഇനി ഈ ലഹരിയെക്കുറിച്ച് ഒരു സത്യസന്ധമായ ഒരു സംഗതി കൂടി ഞാൻ പറയാം. ലഹരി വസ്തു ഉപയോഗിക്കുന്നത് പുതിയ മദ്യ നിയമപ്രകാരം ഒരു അസുഖമാണ്. കള്ളു കുടിക്കുന്നവനെ ശ്രദ്ധിച്ചാൽ മതി. പാവം നമ്മൾ തന്നെ അവനെ കുടിപ്പിക്കുന്നത്. നമ്മൾ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി കള്ളു കൊടുത്താൽ നല്ല രസമാണ്, എന്തും കൊണ്ടുവരും. റോഡ് പോയിക്കണ പോയിക്കും. എത്ര പൈസ കൊടുത്തിട്ട് നടക്കാത്ത സാധനം ഒരു കുപ്പി കൊടുത്താണ്. എന്നിട്ട് നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ പറയും ഓൻ വെറും കുടിയനാടോ, കരൾ കത്തിപ്പോവും. ഓൻ വീട്ടിൽ പോയിട്ട് അടികൂടുന്ന മദ്യപന്മാരെ ശ്രദ്ധിക്കുന്നത്. ഭാര്യയും മക്കളും കയറുമ്പോൾ തല തൊട്ട് സത്യപ്പെടും, പടച്ചോനാണ് ഇന്നാണ്, ഇന്ന് മുതൽ ഞാൻ നിർത്തും, മക്കളാണ് സത്യം. പിറ്റേന്ന് ഈ സമയമാകുമ്പോൾ അവന് അത് ഉപയോഗിച്ചേ പറ്റൂ. അതാ അടിമപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ഇനി ഇവനെ പോലീസ് പിടിച്ചിട്ട് കാര്യം, പോലീസിൽ ഏൽപ്പിച്ചിട്ട് എന്ത് കാര്യം? ഓന് പോലീസ് ഈ സമയമാകുമ്പോൾ വിഡ്രോവൽ സിൻഡ്രോം വരുമ്പോൾ ഓൻ തല അടിച്ച് പൊട്ടിക്കുവേ. ഓൻ കൈ കിട്ടിയ കത്തി കൊണ്ട് ഓൻ കൈ മുറിക്കും, കഴുത്ത് മുറിക്കും. ഒരു ബോധം ഉണ്ടാവില്ല. പോലീസിനെ നേരത്തെ ആ സമയത്ത് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഓൻ ചത്തു. അതുകൊണ്ടാണ് പുതിയ നയം പറയുന്നത് ഇവനെ പോലീസിലല്ല ഏൽപ്പിക്കേണ്ടത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും പുകയില ഉപയോഗിക്കുന്നതും ഒരു അസുഖമാണ് പോലും. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര ആൾക്കറിയാം ഇത് അസുഖം? അസുഖത്തിന് ചികിത്സ ഉണ്ട് പോലും. അറിയോ നിങ്ങള്? കേരളത്തിൽ വേറെ എന്ത് അസുഖത്തിനാ ചികിത്സ ഉള്ളത്? പ്രമേഹത്തിന് ചികിത്സ ഉണ്ടോ? പ്രമേഹം വന്നാൽ ആജീവനാന്തം ഗുളിക കുടിക്കുക. നിയന്ത്രിക്കാമെന്നല്ലാതെ പരിപൂർണമായ ചികിത്സ ഉണ്ടോ? BP വന്നാൽ പരിപൂർണമായ ചികിത്സ ഉണ്ടോ? BP നിയന്ത്രിക്കാം. ക്യാൻസർ വന്നാൽ അവയവം വെട്ടിമാറ്റാം, കരിക്കാം, എന്നിട്ട് ഇനിയും കുറച്ചു കാലം കൂടി ജീവിക്കാം. പക്ഷെ ഈ മദ്യപാനത്തിന് അടിമപ്പെടുന്ന സിഗരറ്റിന് അടിമപ്പെടുന്ന മനുഷ്യാത്മാക്കളെ കൃത്യമായി ചികിത്സിച്ചാൽ 45 ദിവസം കൊണ്ട് വരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഈ നാട്ടില് എല്ലാവരും പരസ്പരം നിരീക്ഷിക്കണം. ഇങ്ങനെ അടിമപ്പെട്ട ആളുകളെ മഹല് കമ്മിറ്റികൾ, ഇത്തരം സംഘടനകളും ഒക്കെ ഏറ്റെടുത്ത് ഇവരെ ചികിത്സ നടത്തണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമുക്തി എന്ന് പറയുന്ന പരിപാടി അതാണ്. ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ നാട്ടിൽ 5 പേരുണ്ടായിരുന്നു. ഈ മദ്യപാനം 2 തരത്തിലുണ്ട്. ഒന്ന് ആരും അറിയാണ്ട് കുടിക്കുക. ഏറ്റവും പറയും മദ്യം കരള് കത്തിപ്പോയും ചങ്ങായി. മറ്റോ പൊട്ടെ ഏടുന്നും കുടിക്കും. അവൻ കിട്ടിയാലെല്ലാം കുടിച്ചിട്ട് നമ്മൾ പറയും കുടിയൻ. ശരിയാണോ തെറ്റാണോ? അങ്ങനെ നടന്ന 5 പേരെ നമ്മൾ നാട്ടിൽ നിന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ 4 ആളും ഇപ്പൊ മനോഹരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഒരു ചങ്ങായി പകുതിക്ക് നിങ്ങൾ പോകുന്നു, ഓൻ ഇപ്പോൾ ആണിക്കൊണ്ട് തന്നെ. ഇപ്പൊ കൃത്യമായിട്ട് മാറാൻ പറ്റും. ഇനി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മദ്യപിക്കുന്നവനൊക്കെ മനസ്സിലായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ശരിക്കും കൺട്രോൾ റൂമിൽ ജീവിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് മീൻ പിടിക്കാൻ പോകും. ഇങ്ങനെ വൈകുന്നേരം മീൻ പിടിക്കാൻ പോകും. അങ്ങനെ ഓരോ ദിവസം മീൻ പിടിക്കുമ്പോൾ ഈ കൊക്കയില്ല, അതിൻ്റെ കൊക്കയില്ലേ, അതിവിടെ തറച്ച് അതൊക്കെ എടുത്ത് മാറ്റി പിറ്റേന്ന് ഓനോട് പറഞ്ഞു ഒരാഴ്ച റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഒരാഴ്ച റെസ്റ്റ് വീട്ടിലെടുത്തപ്പോൾ പിറ്റേന്ന് തൊട്ട് ഇവൻ്റെ കൈമേൽ ഇങ്ങനെ കൊക്ക ഉള്ള പോലെ, ഇവ ഇങ്ങനെ നടക്കുക നങ്കീസ് ഉള്ള പോലെ. നങ്കീസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ എന്നിട്ട് ഇവനിങ്ങനല്ല കണ്ട വലിയുന്നുണ്ട് നിങ്ങളെ ഈ മുള്ളു കണ്ട വലിക്ക് പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ കൈമേൽ ഇത് കൊളുത്തിയ പോലെ തന്നെ ഉണ്ട് പോലും. അങ്ങനെ ആകെ വീട്ടുകാർ കൺഫ്യൂഷനായി. ഇവനിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ചൊറഞ്ഞല്ല ഇങ്ങനെ നീർക്കുക, പിന്നെ ഇങ്ങനെ കൊടയ ഈ മുള്ളെടുക്കാൻ നോക്കുക, ഇങ്ങനെ ഭീകര തന്നെ. അപ്പൊ എല്ലാവരും ഇവന് നല്ല കുടിയണമെന്നല്ലല്ലോ, ഗൾഫിൽ നിന്ന് വന്ന ആളല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും ഈ കൊക്കൊക്കെ മുറുകുന്ന പോലും, മുറുകി പ്രശ്നമാണ്. ഉരുളുക ഇങ്ങോട്ടുള്ള മരത്തിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി എന്ന് കച്ചറാക്കുക. അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇവനിത് പറയാനും പറ്റുന്നില്ല ആരോടും. നേരത്തെ പറഞ്ഞ പോലെ അഭിമാനം, കുടുംബ പ്രശ്നം. അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വടകര ഒരു ഡോക്ടറുണ്ട്. ഞാൻ ആ ഡോക്ടറോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പ്രശ്നം. അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവനൊരു അപ്പുറത്തെ കൗൺസിലറോട് ചോദിച്ചപ്പോൾ ഇവൻ നല്ല കുടിയനാ, ഈ കുടിച്ച വീട്ടിൽ നിന്ന് ഭാര്യ കണ്ട് പിടിക്കുന്നതിനാണ്, മീൻ പിടിക്കുവാനാണെന്ന് പറഞ്ഞങ്ങ് പോകും. എന്നിട്ട് അതിൻ്റെ ചോട്ടത്തിൽ ഇങ്ങനെ 3-4 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഹാങ് ഓവറെല്ലാം കഴിയുമ്പം വീട്ടിൽ പോകും. ഇതാരും അറിയില്ല. ഗൾഫ് ഹരം, അവൻ മീൻപിടുത്തം ഹരമാണ്. അപ്പൊ ഈ സാധനം ഒരാഴ്ച കുടിക്കാണ്ടായപ്പോഴാണ് സംഭവം എൻ്റെ ഈ വിഡ്രോവൽ സിൻഡ്രോം എന്നതിന് പറയാ. ഇത് കിട്ടാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന മാനസിക വ്യാധി. അത് കൈമുറിക്കലാവാം, കഴുത്ത് മുറിക്കലാവാം, ചുമരോടടിക്കലാവാം. അങ്ങനെ ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റിലൂടെ അവൻ തിരിച്ചു വന്ന് നാട്ടുകാർ മുഴുവൻ കൂടിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ അവിടെയാണ് വിഷയം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇത് നമ്മളെ ശരീരത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ബാധിക്കും. അതുകൊണ്ട് നമുക്ക്
അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാമെങ്കിൽ ഈ പുതിയ സാധനത്തെക്കുറിച്ച് വലിയ പഠനം ഇതുവരെ നടന്നിട്ടില്ല. ഭീകരാണ്. ഒരു പ്രാവശ്യം രണ്ടാമത്തെ പഞ്ചസാര തരി പോലുള്ള 2 കഷ്ണം MDMA എന്ന അതിന്റെ പേര്. ഈ സ്റ്റാമ്പിന്റെ പേര് LSD എന്നാട്ടാ, മറന്നുകൊണ്ട. LSD എത്രാം വയസ്സിൽ ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് പറ? 6ാം ക്ലാസ്. എത്ര കൊല്ലം നമ്മൾ ആയുസല്ല നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുക. ഈ 7ാം ക്ലാസ്സിൽ ഞാൻ കൊയിലാണ്ടിക്ക് അടുത്തുള്ള ഒരു സ്കൂൾ 7ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും ഒരു ഉറക്കവും ഇല്ല. ഉച്ചക്കൊന്നാമത്തെ പീരീഡ് 2 മണിക്കാണ് ക്ലാസ്. ഗംഭീര എനർജറ്റിക്, പറയുന്നു, ഉത്തരം പറയുന്നു. എനിക്കിത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനെല്ലാം ബാക്ക് ബെഞ്ച് സ്റ്റുഡൻ്റ് അല്ലേ. നമ്മളെ ക്ലാസ്സിൽ എപ്പം 2 ബെഞ്ച് പൊട്ടന്മാരുണ്ടാവും. മാഷ് പറയുന്നെല്ലാം കേൾക്കും. മുന്നിലത്തെ ബാക്കിയെല്ലാവരും നമ്മളെ പോലത്തെ ടീമല്ല. നമ്മളെ പോലെ വേണ്ട കുറച്ച് ടീമുകൾ ഈ ക്ലാസ് റൂമിൽ നമ്മളെ പോലത്തെ ടീമില്ല. എനിക്കത് എത്ര വിശ്വസിക്കുക. ആവി. അപ്പം ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എവിടെ ഫസ്റ്റ് പീരീഡ് ഏതാ? ടീച്ചർ പറഞ്ഞു കണക്കാണ്. കണക്കിൻ്റെ പീരീഡ് ആവി ഇടുമെന്ന് ചോദിച്ചേ. ഇവിടെ ഇപ്പം ആവി ഇല്ല. കുട്ടികളെല്ലാം ഭയങ്കര മാറ്റാണ്. ഒന്നുകിൽ ഞാൻ നല്ലോണം ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. ടീച്ചർ പറയാ. അങ്ങനെ ഞാൻ ആ ടീച്ചറോടൊന്നും പറയാൻ പോയില്ല. നമ്മൾ പോലീസിലുള്ള ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഓരോട് പറയും ഒന്നായി സ്കൂളിൻ്റെ പരിസരം ഒന്ന് നോക്കണം കേട്ടാ. അങ്ങനെ ആ സ്കൂളിൻ്റെ പരിസരം നോക്കിയപ്പോൾ പോലീസിന് മനസ്സിലായി ഈ 7ാം ക്ലാസ്സിൽ 21 കുട്ടികളും ഈ മഞ്ഞ കഷ്ണം കടലാസ് ഉള്ളിലിട്ടിട്ടാണ് കുത്തിരിക്കുന്നത്. മുന്നിലത്തെ 2 ബെഞ്ചും പോലെ പൊട്ടന്മാറിനായിരിക്കുമല്ലോ, ഓല് ആ വീടൂലല്ലോ. ബാക്കിയല്ല ഇതും വെച്ചിട്ട്. അങ്ങനെ ഞങ്ങളതിൽ 2-3 കുട്ടികളെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് വെച്ചു, എവിടെ നിന്ന് കിട്ടി ഇത്? എന്താണ് ഇതിൻ്റെ ഗുണം? 7ാം ക്ലാസ്സിലെ ചെക്കൻ പറഞ്ഞു, സാർ എന്തിനായി പഠിക്കുന്നു? പഠിക്കണ്ട. ഇത് തന്ന ഏട്ടൻ പറഞ്ഞത് എന്താണെന്നറിയാം, ഇത് നാവുമ്മൽ അങ്ങ് വെച്ചാല് നമ്മളിങ്ങനെ പറക്കും. ടീച്ചർ 2 2 4 3 2 6 എന്ന് പറയുമ്പോൾ നമ്മളൊന്നും കേൾക്കണ്ട. ഇത് ചെവിട്ട് കൂടി അങ്ങ് പോയിട്ട് തലച്ചോറിലവിടെ പറ്റും. പിന്നെ പറ്റി. പിന്നെ പരീക്ഷൻ്റെ ദിവസം ഇതങ്ങ് ഒട്ടിച്ചായില്ലേ, തലച്ചോറിൽ നിന്ന് ഇത് ഇളകിയിട്ട് കൈമ കൂടി വന്നിട്ട് ഇങ്ങനെ എഴുതും. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ അന്തം വിട്ട പിള്ളേർ ഇതും വിചാരിച്ചിട്ട് പറക്കും വേണ്ടിയിട്ട് കുടിച്ചായത്. ഒരു വിഷയമില്ല. നാം രുചിയില്ല, മണയില്ല. നാവിൻ്റെ ചോട്ടിലവിടെ കുത്തിരില്ല. അമ്മയും അച്ഛനും അറിഞ്ഞോ? വിറ്റ ചെക്കാതിയുടെ 7ാം ക്ലാസ്സിലെ ചെക്കനാ വിറ്റത്. ഓൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടുവന്നു. അമ്മയോട് ചോദിച്ച, അമ്മ ഈ മഞ്ഞ കഷ്ണം കടലാസങ്ങൾ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടോന്നോ? എൻ്റെ മോൻ്റെ അടുത്ത് 5ാം ക്ലാസ് മുതലേ ഈ കഷ്ണം ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയാം അമ്മ? അമ്മ പറഞ്ഞു, ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതിൻ്റെ പേരാണ് സ്റ്റാമ്പ്. പക്ഷെ പോലീസ് നിങ്ങൾ പറയുന്ന സ്റ്റാമ്പ്, ഈ സ്റ്റാമ്പില്ലേ അവൻ 5ാം ക്ലാസ് മുതലേ കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. ഈ മോൻ പറഞ്ഞു കൊടുക്കും, ഇത് സ്റ്റാമ്പാണ്. നമ്മളെ പണ്ടത്തെ സ്റ്റാമ്പില്ലേ പോസ്റ്റ്, നമുക്കതല്ലേ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ. ഈ അമ്മ വിചാരിച്ച് ഇതാ സ്റ്റാമ്പ് എന്നാ. ഇവൻ ഇതിൻ്റെ കളക്ഷൻ ഉണ്ട്, എല്ലാം കിട്ടി അവൻ ഉണ്ടാക്കും. പക്ഷെ പോലീസ് ഇവൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ, ഇവൻ ആര് ചോദിച്ചാലും ഇത് കൊടുക്കും. കുറേ ആളെല്ലാം വരുമല്ലോ ദിവസവും, അവനെല്ലാവർക്കും കൊടുക്കും. 6.5 കൊല്ലം കൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന സാധനം ബുക്കുമായി ചെക്കൻ ചെയ്യുന്നത്. അമ്മ പറയാ സ്റ്റാമ്പ് കളക്ഷൻ. എങ്ങനെയുണ്ട്? ആരാ ഉത്തരവാദി? മനുഷ്യനെ കൊല്ല ചെയ്തത് ആരാ? ഒരു ബോധവുമില്ലാത്ത മകനെ വിശ്വസിച്ച് കഴിയുന്ന അമ്മ, ഉമ്മ, ബാപ്പ. തിരുത്തേണ്ടിയിരുന്നില്ല. ഉമ്മയോട് സംഗതി പറഞ്ഞപ്പോൾ ഉമ്മ അന്നേരം വീണ, അല്ലെങ്കിൽ അമ്മ അന്നേരം വീഴല. പോലീസിന് ആടിയും 2.5 ഉറുപ്പ്യ പോയി സോഡ വാങ്ങിയിട്ട്. ബോധം പോയി നമ്മൾ തന്നെ സോഡ വേണ്ട. ആടെ നാട്ടം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പണി പിന്നെയും പോകും. പോലീസ് വല്ലാത്തൊരു കൺഫ്യൂഷനില്ല ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ എപ്പോൾ സോഡ ഉണ്ടാവും. സോഡ ഒരു പെട്ടി സോഡ ഉണ്ടാവും. എന്തിനാ ബോധം കെടുന്നവർക്ക് ഇതിങ്ങനെ സോഡ തെളിയിച്ചാൽ വേഗം എണീക്കാൻ പറ്റും. അപ്പം നമുക്കിത് ഇപ്പം അറിയാം, ഇപ്പം പോകുന്നു. കാരണം ഉമ്മമാർക്കും ഞാൻ പറയട്ടെ, എൻ്റെ 19 കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു കുട്ടിയെ അവൻ്റെ അമ്മേനും ഉമ്മാമേനായിട്ടും വിളിച്ച ഇന്ന് വരെ എൻ്റെ കുട്ടി തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. ഓനതിൻ്റെ ആവശ്യമില്ല. പണം പോയി ഇട്ടിക്കണ്ടടാ. ഓൻ എന്തെങ്കിലും കുഴപ്പവും ഞാൻ കൊടുത്തില്ല. ഓൻ മത്തീൻ്റെ നടുക്കഷ്ണം ഞാനല്ലേ ഓനല്ലേ കൊടുക്കുന്നത്. ഓനിഷ്ടംപോലെ ഡ്രസ്സ് കൊടുക്കുന്നില്ലേ, ടൂറ് പോകുന്നില്ലേ. മക്കൾക്ക് ഇതൊന്നും ആവശ്യമില്ല കേട്ടാ. അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങൾ. മക്കളെ നിങ്ങൾ എപ്പം വിശ്വസിച്ചോ ആടെ നിങ്ങൾ പരാജയപ്പെട്ടു. മക്കളെ വിശ്വസിക്കൊന്നും വേണ്ട. ഒരു 50-50 പോണം. നിങ്ങളെ വാപ്പേനെ പറ്റിച്ച് ഓർമ്മിക്കണം. നിങ്ങൾക്ക് എൻജാതി പറ്റിക്കല നിങ്ങൾ പറ്റിച്ച് അതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ നമ്മളെ മക്കൾ നമ്മളെ പറ്റിക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ്. ഒന്നുമല്ല.